അങ്ങനെ അമ്മയും മോളും സിനിമ കണ്ടു വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മഞ്ഞുമൽ ബോയ്സ്? അങ്ങനെ ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കണ്ടു. മഞ്ഞുമൽ ബോയ്സ് നെ കുറിച്ച് പറയുന്നതിന് മുന്നേ സിനിമ കണ്ടോണ്ടിരുന്നപ്പോഴും കണ്ടിറങ്ങിയതിനു ശേഷം ബെക്കി അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താടാ അത്? എന്റെ അച്ഛനെയും കൊണ്ട് ടൂർ ആരോടാ പറയുന്നത്? ബാല ബോയ്സിനോടാണോ? അല്ല, അച്ഛനോട്. അച്ഛനോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അച്ഛൻ ഫ്രണ്ട്സിന്റെ കൂടെ ടൂർ പോകാറുണ്ട്. അപ്പൊ സിനിമ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ എന്നോടുകൂടെ പറയാം, അമ്മ ഇനി നമ്മുടെ അച്ഛനെ ടൂറൊന്നും വിടണ്ട കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. കാരണം പെക്കിയോട് നമ്മൾ സിനിമയ്ക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ത്രെഡ് പറഞ്ഞായിരുന്നു എന്താ സംഭവം. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ്, അപ്പം ഞാനിങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിങ്ങനെ പറഞ്ഞു, ഒരു അച്ഛൻ്റെ ഫ്രണ്ട്സില്ലേ അതുപോലെ കുറേ ബോയ്സ് ഫ്രണ്ട്സ് അവരെല്ലാവരും കൂടെ ട്രിപ്പ് പോകുന്നതാണെന്ന് ഞാനിങ്ങനെ, അത് അച്ഛൻ എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. ബാല ബോയ്സ്, അത് ബാല ബോയ്സ്, ഇത് മഞ്ഞുമൽ ബോയ്സ്. അപ്പം ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അവർ കളിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് അറിയാണ്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയിട്ട് അവിടെ കുഴിയിൽ വീണ് മിസ്സായി പോവും. എന്നിട്ട് പുള്ളിനെ രക്ഷിക്കുന്നതാണ് കഥയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ആ ഒരു ഇതിൽ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അച്ഛനുമായിട്ട് കണക്റ്റ് ആയത്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഐ എം നോട്ട് ഔട്ട് ഓഫ് ദ മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി കണക്റ്റായി. കാരണം ഒന്ന്, അത്രയും നന്നായിട്ടാണ് അവർ ഓരോ ആൾക്കാരെ ആക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ടീമുണ്ട് ഇവിടെ, ബാല ബോയ്സ്, ചേട്ടൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അവരിതുപോലെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം ആണുങ്ങൾ പോയി ഈ മാസം ഒരു ട്രിപ്പ് പോയതുള്ളൂ. ഡെഫിനറ്റ്ലി മദ്യം ഉണ്ട് അവരുടെ കൂടെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഓപ്പൺ ആയിട്ട് അറിയല്ലോ. അപ്പൊ എല്ലാം ചെയ്യുന്നത് ഈ ഒരു ലഹരിയുടെ പുറത്താണ്. ഇപ്പൊ ഇവര് ചെയ്യുന്നതും പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇവരെവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര നെഞ്ചെടുപ്പാണ്. അതായത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു ഇതിന്റെ ഇവരെ എന്തെങ്കിലും ഒരു സംഭവിച്ചാൽ നമ്മളുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് എല്ലാ ആൾക്കാർക്കും കണക്ട് ചെയ്യും. ഇപ്പം അമ്മമാരാണെങ്കിലും, ഇപ്പം ചേട്ടൻ അമ്മയാണെങ്കിലും എപ്പോഴും എന്നോട് രാഹുലി വിടല്ലേ ഇപ്പന്മാര് വെള്ളം അടിച്ചിട്ടാണ് എന്താ കുളത്തിൽ ചാടും. അമ്മയ്ക്ക് എപ്പോഴും അത് ഭയങ്കര പേടിയാണ്, വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ. അപ്പം അങ്ങനത്തെ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിത് പേഴ്സണലി ആണ് എനിക്ക് കണക്ട് ആയത്. ഞാൻ ശ്രീനാഥ് ബാസി വൺസ് ഇപ്പം പറയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, ആ ഹോളിലേക്ക് വീണതിന് ശേഷം ഞാൻ ശരിക്കും എൻ്റെ കണ്ണ് നിറയാണ്ട് ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ സ്കൂട്ടർ ഓടിച്ച് വരുന്നപ്പം വരെ ഞാൻ കരഞ്ഞുകൊണ്ടാവുന്നത്. എനിക്ക് അത്രയും അത് ഞാൻ പേഴ്സണലി കുറച്ച് കണക്ട് ചെയ്തു അതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അസലായിട്ടാണ് അവരെടുത്തേക്കുന്നത്. ഇന്നലെ ചേട്ടൻ ഒരു റിവ്യൂ പറഞ്ഞു, ചേട്ടൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ കണക്ട് ആയിട്ടില്ല. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ പടം പോയി. എനിക്കത് ഭയങ്കരമായിട്ട് കണക്റ്റായി. അതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പം അയാളിങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഈ നമ്മുടെ മറ്റേ രക്ഷിക്കാൻ പോകുന്ന ആളെ ഇറങ്ങി രക്ഷിക്കുന്ന ആ ഒരു എഫേർട്ട് കാണുമ്പം ഐ വാസ് തിങ്കിങ്, ഇപ്പം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കാണ് സംഭവിച്ചെങ്കിൽ ആരായിരിക്കും. ഇപ്പം ചേട്ടന് വല്ലതും പറ്റിയാൽ ഞാൻ ചിലപ്പോൾ ഇറങ്ങുക, ചിലപ്പോൾ തന്നെ ഞാൻ ഷുവറായിട്ടും ഇറങ്ങും. അപ്പോൾ അത്രയും ഒരു എഫേർട്ട് ആരെടുക്കും, അല്ലെ അങ്ങനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ, അത്രയും ഒരു വലിയ മനസ്സ്, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിനെ നമ്മൾ കണ്ടില്ല. എനിക്ക് ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ഈ കുട്ടേട്ടൻ എന്നുള്ള ആ ഒരു ശരിക്കുള്ള വ്യക്തിനെ ഒന്ന് കാണണം, അയാളെ ഒന്ന് ഹഗ് ചെയ്യണം എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. കാരണം അത്രയും എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട്. ആൻഡ് ഇത് തിയേറ്ററിൽ തന്നെ കാണണം കേട്ടോ. കാരണം ഇന്നലെ ചേട്ടൻ പറഞ്ഞു വെച്ചിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് കണ്ടു, എന്നാൽ പിന്നെ ഇത് OTT വരുമ്പോൾ കാണാമെന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു. പക്ഷെ അത് തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നി. കാരണം ഇത് തിയേറ്ററിൽ തന്നെ നമുക്ക് ആ ഒരു ഇതിൽ തിയേറ്ററിൽ കാണുന്നതിൻ്റെ സൗണ്ട്, പിന്നെ അതുപോലെ ഈ ആഴം, ദൂരം, അതൊക്കെ നമുക്ക് കണക്റ്റ് ആവണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ കാണും. പിന്നെ ഇതിൽ അഭിനയിച്ച ഓരോ ആൾക്കാരെ കുറിച്ച് കമൻറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. നമ്മൾ പൊതുവേ സർവൈവൽ പടങ്ങൾ കാണുമ്പോൾ എപ്പോഴും ഏതൊരു ക്യാരക്ടറിലോട്ട് പോയിട്ട് അയാൾ കുറച്ചൊരു ഹീറോയിക് ആയിട്ടുള്ള സാധനം എപ്പോഴും വരാറുണ്ട്, സിനിമാറ്റിക് ആവും. ഇത് പക്ഷെ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസ് വൈസ് രണ്ടുപേരാണ് പെർഫോം ചെയ്യുന്നതെങ്കിലും മറ്റേ ആൾക്കാരുടെ ആ ഒരു നിസ്സഹായമായിട്ടുള്ള അല്ലെങ്കിൽ ആ വിഷമത്തോടുള്ള നിപ്പ് തന്നെ ധാരാളം മതി. അവർ ഈസ് ഇൻ ടു
അപ്പോൾ നമുക്കത് വൺസ് ഇയാൾ രക്ഷപ്പെട്ട് കഴിയുമ്പം അതൊരു കൂട്ടമായിട്ടുള്ളൊരു എഫേർട്ടായിട്ടാണ് നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരാളിലോട്ട് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ടൊരു എന്താ പറയണ്ടേ, എനിക്കറിയത്തില്ല ഇത് റിവ്യൂ പോലെയാണോ റിവ്യൂ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി കണക്റ്റായി, ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര ഞാൻ ലിറ്ററലി ഐ വാസ് ക്രൈയിങ്. ആൻഡ് ഇയാളെ രക്ഷിച്ചു കഴിഞ്ഞ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ ഒച്ച വെച്ചിട്ടാണ് ഞാൻ കൈയടിച്ചത്. ആ സമയത്ത് ഞാൻ ഏങ്ങലടിച്ച് കരയുമായിരുന്നു. കാരണം അയാൾ രക്ഷപ്പെട്ടെന്നുള്ളത് എനിക്ക് എൻ്റെ ആരോ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അത്രയും അങ്ങനെയാണ് എനിക്കത് കണക്റ്റ് ആയത്. എത്ര പേർക്ക് ഇതിങ്ങനെ കണക്റ്റ് ആവുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും നമ്മുടെ മലയാളത്തിൽ ഇത്രയും നമ്മൾ പണ്ട് മാളൂട്ടിയൊക്കെ ആയിട്ട് ഒരു സർവൈവർ ത്രില്ലർ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യും. പക്ഷെ രണ്ട് ടൈപ്പ് ഓഫ് മൂവി. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ മാളൂട്ടി ആയിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. മാളൂട്ടി എന്ന് വെച്ചാൽ അത് ഇപ്പോഴും നമ്മൾ എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു പടം. അത് ഉറപ്പായിട്ടും, കാരണം നമ്മളൊക്കെ ആദ്യമായിട്ട് കണ്ട ഒരു സർവൈവർ ത്രില്ലർ അതാണ്. ഇപ്പൊ നമ്മളൊരു അച്ഛനും അമ്മയായിരുന്നു അത് ഒട്ടും കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ അന്ന് മാളൂട്ടി കണ്ട സമയത്ത് നമ്മളും ചെറുപ്പമായിരുന്നു. അപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം പേടിയായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ചും കൂടി ഇതിൻ്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കിത് കറക്റ്റ് ആവാത്തത്. എനിക്കറിയത്തില്ല, മാളൂട്ടി പലർക്കും പല അഭിപ്രായമാണ് നമുക്ക്. പക്ഷെ ഞാൻ 10 on 10 തന്നെ ഉള്ളൂ. അല്ല, ഞാൻ മോശപ്പടം നല്ല പടം തന്നെയാണ്, ഒരു എബവ് ആവറേജ് പടം തന്നെയാണ്. പക്ഷെ എന്നെ എന്നെ ഹോണ്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരു സിനിമ ഹോണ്ട് ചെയ്ത് വരേണ്ടതാണ് നമുക്ക് 2-3 ദിവസം നമ്മൾ അതാണ്. ഞാൻ ഈ കഴിഞ്ഞ മാസം കൂടി ഒരു ഹോളിവുഡ് റിയലിസ്റ്റിക് പടം, അതായത് ഇങ്ങനത്തെ ഒരു സർവൈവൽ പടം 1970s 80s കാലഘട്ടത്തിൽ ഒരു പ്ലെയിൻ ക്രാഷിന്റെ സർവൈവൽ, അതൊക്കെ അടിപൊളി. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ഞാൻ പൊതുവെ അങ്ങനെയൊന്നും കാണാറില്ല. അപ്പം എനിക്കിത് പിന്നെ നമ്മുടെ ഭാഷയിൽ കാണുമ്പോഴും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ അഭിനയിച്ച ഓരോ ആൾക്കാരും ആരെയായാലും പേരെടുത്ത് മെൻഷൻ ചെയ്യുന്നില്ല, അതിനൊന്നും ആവശ്യമില്ല. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ലാൽ ജൂനിയറിനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഇതിന് മുന്നേ കണ്ട ലാൽ ജൂനിയർ അല്ല, എനിക്ക് പുള്ളിനെ അധികം ഇഷ്ടമായിരുന്നില്ല. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് പ്രത്യേക ഇഷ്ടം തോന്നി. അതെ അതെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ഞാൻ ഈ റീസെൻ്റ്ലി കണ്ട സിനിമകൾ ഇപ്പോൾ ബ്രഹ്മയുഗം ഒബ്വിയസ്ലി രണ്ട് ജോണർ പടം, രണ്ടിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതൊരു ഫാൻറ്റസി അല്ലെങ്കിൽ ത്രില്ലർ, ഒരു ഹൊറർ എന്നൊക്കെ പറയാം. ഇതൊരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമോഷണലി കണക്ട് ചെയ്യുന്നൊരു ഇമോഷണൽ മൂവിയാണ്. ഇപ്പോൾ പ്രേമലു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ത്രില്ലർ ത്രില്ലറല്ല എൻ്റർടൈനർ എന്ന് പറയാം. അപ്പോൾ മൂന്ന് രീതിയിലുള്ള പടമാണ്. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാം മസ്റ്റ് വാച്ചാണ്. താങ്ക് യു.